ബസ്സാണ് പോണത്. ബാംഗ്ലൂർ പോണ ബസ്. സമയം ഇപ്പൊ എത്ര? 9:45 നമ്മളിന്ന് ചിറ്റാരിക്ക പോവാണ് അല്ലേ? ഇന്നത്തെ നമ്മളെ വീഡിയോ ചിറ്റാരിക്കലാണ്. അപ്പൊ അങ്ങോട്ട് ചിറ്റാരിക്കൽ നമുക്ക് ഒരു വീഡിയോ എടുക്കാനുണ്ട്. സ്ഥലത്തിന്റെ നല്ല അടിപൊളി ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കണം. അപ്പൊ ഞങ്ങള് രാവിലെ ഇപ്പൊ 9:45 വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. ശനിയാഴ്ച ആയതുകൊണ്ട് പോലെ രണ്ടാളും ഒപ്പുണ്ട്. ലച്ചു കടന്നിട്ട് ലച്ചുവിന് എന്തോ ഭയങ്കര ക്ഷീണം ഉറക്കൊക്കെ വന്നിട്ട്. ലച്ചു ഇന്നലെ സിനിമയൊക്കെ കണ്ട് ചോളാപ്പൊരിയൊക്കെ തിന്ന് അതന്നെ ചോളം പൊരിച്ച് ചോളം പൊരി പിന്നെന്താണ് പോപ്കോണൊക്കെ തിന്ന് പിന്നെ ഛർദിയൊക്കെ പിടിച്ച് ആകെ മടുത്തിരിക്കുകയാണ്. അപ്പൊ അമ്പലത്തിലെന്താ എന്തോ കുറെ ആളുണ്ടല്ലോ നട. അപ്പൊ അങ്ങനെ നമ്മള് പോവാണ് കേട്ടോ. രാവിലെ എന്താ നല്ല തണുപ്പായിരുന്നു അല്ലേ? പെരും തണുപ്പായിരുന്നു. അപ്പം ഒന്ന് ഫുള്ള് കറക്കായിരിക്കും അല്ലേടാ? വീഡിയോ എടുക്കലും കറങ്ങലും പരിപാടിയൊക്കെ. ഇന്നും ഇന്നലെയൊക്കെ ഫുള്ള് ബോട്ടില് കളിയായിരുന്നു. ഒരു ബോട്ട് കിട്ടിയിട്ടുണ്ടോ അവനെ തീ കത്തിച്ചിട്ട് അല്ലേ? നല്ല രസമുണ്ട് അതിന്മേ ആക്കാണ്ട്. ഞാനെ കത്തിച്ചിട്ട് ഓടുന്നില്ല. ഇന്നലെ വൈകുന്നേരം കൊറേ കത്തിച്ച് അതിന്റെ ഇടയ്ക്ക് തിരിയുമ്പോ വെള്ളായി എന്നിട്ട് കത്തണില്ല. ഞാൻ ഇന്നലെ കൊറേ കത്തിച്ചു നോക്കി. എവിടെ അത് എന്തോ കേടെത്തിന്ന് പറഞ്ഞത്. എന്തായതെന്ന് അറിയില്ല. നോക്കണം ഇനി. അതാ പുറകത്തെ സീറ്റ് എടുത്ത് മാറ്റിയില്ലേ? അപ്പൊ അങ്ങേ തലക്കും പോയി ഇങ്ങേ തലക്കും പോയി കിടന്നാടുന്നുണ്ട്. ഞമ്മക്ക് ഈ സീറ്റ് തന്നെ മടക്കുന്ന കോലത്തിലാക്കിയാൽ മതി. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. മറ്റത് RTO പിടിക്കും. അത് പിടിക്കും. പക്ഷെ നല്ല ഫൈനും കിട്ടും. RTO പിടിച്ചു കഴിഞ്ഞാല് ചിലപ്പോ നല്ല ഫൈൻ അടിച്ചു തരും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോണല്ലേ. ഞാൻ അതൊന്നും എടുത്ത് അപ്പൊ സിലിണ്ടർ എടുത്ത് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വെക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. സിലിണ്ടർ മാറ്റാനായിട്ടുണ്ട്. അപ്പൊ തിരിച്ചു വരുമ്പോ വൈകുന്നേരം നമുക്ക് സിലിണ്ടർ മാറ്റണം അല്ലേടാ? ഇവിടെ വെക്കാനാ? ഇച്ചു നിങ്ങളെ ചെരുപ്പോ സാധനം ഉണ്ടെ മാറ്റി വെച്ചോണേ. ഇനി അതേലാവണ്ടല്ലോ. കാറോ? കാറൊക്കെ എങ്ങനെ ഓടിക്കാനാ? പെരും വെയിലാവും കുറച്ച് കഴിയുമ്പോ. വെയിലത്ത് ഇറങ്ങാൻ തന്നെ കഴിയില്ല അല്ലേ? 11 ആകുമ്പോഴേക്ക് എത്തൂലേ? 10 മണിക്ക് എത്താന്ന് പറഞ്ഞത്. കുറച്ച് ലേറ്റ് ആണ്. ചെയ്യാൻ വീഡിയോ എഡിറ്റിംഗ് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സമയം പോവുകയാണ്. ഇതിനൊക്കെ കഴിയുന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പോകാനാ. പിന്നെ ആ ഒരു ഏരിയയിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെയൊക്കെ നമ്മളെ ചിറ്റാരിക്കൽ ചെറുപുഴ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സ്ഥലങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ പരസ്യമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് വിളിക്കാം. നമുക്ക് നല്ല എന്താ പറയാ സ്ഥലങ്ങളൊക്കെ പരസ്യം ചെയ്ത് വിറ്റ് കൊടുക്കാം അല്ലേ? അതെ. അപ്പൊ നമുക്ക് പോണ വിശേഷങ്ങളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ ആയിട്ട് പോകാം അല്ലേ? അങ്ങനെ ഇപ്പൊ നമ്മള് കുട്ടിച്ചേരലൊക്കെ എത്തിട്ടോ. കുട്ടിച്ചേരല് കഴിഞ്ഞു. കണ്ടു. ഏതാ ബസ് ഇപ്പൊ പോയത്? പേര് നോക്കാൻ പറഞ്ഞു. അങ്ങോട്ട് ചെടികള് കടലാസ് പൂക്കള് കൊറേ ഉണ്ടല്ലോ. ആകർഷിക്കാൻ പറ്റുന്ന സ്ഥലം കടലാസ് പൂക്കളല്ലേ ആൾക്കാരെ? അതിനൊരു വേറെ സ്റ്റൈൽ തന്നെയാണ്. ഇടിയ ടൗൺ എത്തി നമ്മള്. ചന്ദ്രേട്ടനാണ്ടെ കണ്ടോ? ഇച്ചു എന്താ ഒരു മൂലയിൽ പോയിരിക്കണേ? വണ്ടി ഓടിക്കാ. ഇച്ചു വണ്ടികളൊക്കെ എടുത്തുണ്ടോ? എന്റെ കാറും എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കട്ടോ. ഫുള്ള് സൈലന്റ് ആണ്. ഇന്ന് ലച്ചു കിടക്കായോണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മള് ഒടയഞ്ചാൽ എത്തിട്ടോ. അന്ന് നമ്മൾ ഒടയഞ്ചാൽ വഴിയാണ് പോണത്. നമ്മൾ അപ്പുറം മുക്കുഴി വഴി ഒന്നും പോണില്ല. ഇതിലാകുമ്പോ നല്ല സുഖമാണ്. റോഡും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. ചെറുപുഴയ്ക്ക് പോകണം. ബസ്സിന് കയറി പോകണം. ചെറുപുഴയ്ക്ക്
കാണുന്നല്ല അല്ലേ? റോഡുണ്ടല്ലോ സൈഡിൽ കൂടെ പോയാൽ പോലെ. പക്ഷെ റോഡ് നല്ല വീതിയും ഉണ്ട്, ഉള്ള റോഡ് നല്ല റോഡുമാണ്, കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല റോഡ്, വളവുണ്ട് മാത്രം. ബസ്സാണ് പോണേ ഇവിടെ. ആ ബസ് ഞാൻ കണ്ടില്ലത്. ബസ് ഇങ്ങോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വീടുകളുണ്ട് റോഡ് സൈഡിൽ തന്നെ. ബാംഗ്ലൂർ ബസ് അല്ലേ? ബാംഗ്ലൂർ ബസ് അല്ലേ? അത് പറന്നു പോകണ്ടായിരുന്നല്ലോ നേരത്തെ. അതിൽ ആളൊന്നുമില്ല ഇതിന്. അത് റൂട്ട് നോക്കാൻ പോണതാ. അത് സംഭവം ആളില്ലല്ലോ. മൈസൂർ വഴി, മൈസൂർ ഇങ്ങോട്ട് പോണേ എന്താന്നറിയില്ല. ചെറുപുഴ ചെന്നിട്ട് അതിലെ പോരാ. ചിലപ്പോ അവിടെ നിന്ന് ആളെടുത്തിട്ട് പോകാനാ, ചെറുപുഴ വിരാജ്പേട്ട് മൈസൂർ അങ്ങനെ പോനാ ആയിരിക്കും. മുന്നില് വേറൊരു ബസ്സും ഉണ്ട്. അത് ഇരുട്ടി പാണത്ത് ഇരുട്ടിയിലോട്ട് ഒഞ്ഞി ഇരുട്ടി പോണല്ലേ? വെള്ളരിക്കുണ്ട്, ചെറുപുഴ, ആലക്കോട്, പയ്യാവൂര്, ചെമ്പേരി, നമ്മളെ റൂട്ട്. നമ്മള് ഒരുവിധം മിക്ക ദിവസം ഇതിലൊക്കെ തന്നെയാണ് നമ്മള് നടത്താം. നമ്മളെ റൂട്ടിലേക്ക് തന്നെയാണല്ലോ അതും പോകുന്നത്. അയാള് പോവില്ല. കേറാനുള്ള ഇതില്ല. ബസ്സിൽ പടം നിർത്തുകയാണെങ്കിൽ ഇത് കേറിയായിരിക്കും. സൂപ്പർ ഡിലക്സ് എയർ ബസ്സാണ്. എന്താ പറയാ, കുറെ വണ്ടി നിർത്തിട്ടല്ലേ? കാറ് വരുന്നുണ്ട്. കാറുണ്ട് അവിടെ. കാറുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മെല്ലെടുക്കും. കാറ് ഗ്ലാസ് ഒക്കെ താത്തി ചീത്ത ചീത്ത പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് വരുന്ന കാണുമ്പോഴേ കുറച്ച് ഇപ്പത്താണ് നിർത്തി കൊടുത്തൂടെ അല്ലേ? എക്സ്പ്രസ് ഹൈവേ ഒന്നും അല്ലല്ലോ അത്. അപ്പൊ ഇതാക്കണേ നമ്മളിപ്പോ പരപ്പ എത്തിട്ടോ. പരപ്പെ കൂടെ അങ്ങനെ പോവുകയാണ്. കടകളൊക്കെ എന്താ ചിലത് തുറക്കണേ ഉള്ളല്ലോ. അവിടെ നിന്ന് 1-2 കട 4 കട തുറന്നിട്ടില്ല. 10-11 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോ തുറക്കും. 10 ആയില്ലേ? അപ്പം 10 മണി 10 ആയി. കച്ചവടം കുറവാന്നുണ്ട്. ശരി, ഞായറും വലിയ കച്ചവടം ഇല്ല അവർക്ക് അല്ലേ? എന്താണാവോ? ബസ് എവിടെ നിർത്തുന്നില്ല കേട്ടോ. ബസ് ഒറ്റ പോക്കാണ്. അത് മിക്കവാറും ചെറുപുഴയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിട്ട് ആളെടുത്തിട്ട് അങ്ങനെ പോലായിരിക്കും. ചിലപ്പോ വെള്ളരിക്കുണ്ടായിരിക്കും അതിന്റെ അടുത്ത സ്റ്റോപ്പ്. അപ്പൊ അവിടുന്ന് എവിടുന്നെങ്കിലും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണതായിരിക്കും. ഇവിടുന്ന് ആളെടുക്കണമെന്നില്ല. അങ്ങനെ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തണാണ്, ചിറ്റാരിക്കൽ എത്തണാണ്. 10:45. അരമണിക്കൂർ വേണ്ടി വരും. 11 ആവും. അതാ ബ്രേക്ക് ചോട്ടുമ്പോ സൗണ്ട് വരുന്നുണ്ടല്ലോ. ഭയങ്കര ഇടങ്ങേറാവും ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ. ഇരികിരാ സൗണ്ട്. നിങ്ങളെ ബസ് ചേമന്തോടെ ഇറക്കിറങ്ങണ ഞാൻ ഒച്ച കേൾക്കലുണ്ട്. ഈ സൗണ്ട് ഉണ്ടായിട്ടുണ്ട്. വൈകുന്നേരം ഒരു 4:40 ആവുമ്പം ചേമന്തോടെ ഇറക്കിറങ്ങണ സൗണ്ട് കേൾക്കലുണ്ട്. അത് നിങ്ങളെ ബസ്സാണെങ്കിൽ അല്ലേ? കറക്റ്റ് 4:45 5 മണി ആകുമ്പോഴേക്ക് എത്തണുണ്ടല്ലോ ഒരു ബസ് തന്നെ ഇരിക്കുന്നത്. അതേപോലെ രാവിലെയും കാണാം. കേൾക്കാം. അത് കണ്ടെങ്കിൽ ആ സ്കൂട്ടി പഞ്ചറായ സ്കൂട്ടിയാണ്. ആ ടയർ പഞ്ചറായിട്ടുണ്ട്. ടയർ പഞ്ചറാണ്. ഓടൂല മറിയും. അങ്ങനെ നമ്മളിപ്പോ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോന്ന് ഇപ്പൊ വെള്ളരിക്കുണ്ട് എത്തിട്ടോ. വെള്ളരിക്കുണ്ട് ടൗണിലേക്ക് എത്തിപ്പോ നമ്മള് ഏകദേശം ഇങ്ങനെ അടുത്തോണ്ടിരിക്കാണ്. ഇല്ലടാ, ഓൻ ഗെയിം കളിയാണ്. കണ്ടില്ലേ? ഓനെ നമുക്കൊരു ഗെയിമർ ആക്കണം അല്ലേ ചേച്ചു? ഇതാണ്
ഇതാണ് വെള്ളരിക്കുണ്ട് ടൗണ്. പോലീസിനൊക്കെ ഇടിച്ച് ചേർത്തുണ്ടോ? പോലീസിനൊന്നും ഇടിച്ച് ചേർത്തണ്ട. ഏതാണ് ഗെയിം? ബ്ലൂ കളർ വണ്ടിയോ? ഇവിടെ നിർത്തോ? ഇവിടെ നിർത്താനതിന് ഗ്യാപ്പില്ലല്ലോ അല്ലേ? സ്റ്റാൻഡിന്റെ പണി വർക്ക് നടക്കണല്ലേ ഉള്ളൂ. അവിടെ നിർത്തിയല്ലോ. അവിടെ നിർത്തിയത് വെള്ളരിക്കൊണ്ട് ഉണർന്നു വരുന്നതേ ഉള്ളൂ. നേരെ പെട്ടെന്ന് ഇവിടെയൊക്കെ കടകളും സംഭവങ്ങളൊക്കെ ആയില്ലേ? പോലീസൊക്കെ തകരട്ടെ. ഇടിച്ച് പൊളിക്കണ്ട വണ്ടി. സ്റ്റാറുകൾ കണ്ടമാണ്ടാ. പല പോലീസുകാരെ പൂട്ടി. ഓന്റെ ഗെയിം കളി കണ്ടില്ല നിങ്ങള്? ഭയങ്കര ഗെയിം കളിയാണ്. പോലീസുകാരവനെ പൂട്ടി. പോലീസുകാരോട് കളിക്കാൻ നിക്കണ്ട, എന്നെ ശരിയാക്കും. ഗെയിമറാണ്. ആ വണ്ടി കൊണ്ടുപോയിട്ടോ അവിടുന്ന്. ഏതാ കാട് പിടിച്ചിരുന്നതോ? നിത്യാനന്ദ നമ്മളവിടുത്തെ ആ കോട്ടപ്പാറയത്തെ അവിടെ ഇല്ലേ? അങ്ങനെ നമുക്ക് ഭീമനടി ചെന്നിട്ട് കേറി പോണട്ടോ. വെള്ളരിക്കുണ്ട് ടൗൺ അങ്ങനെ കഴിഞ്ഞു. നമ്മളിപ്പോ ഭീമനടി എത്തിട്ടോ. ഭീമനടി ടൗണിക്ക് അങ്ങോട്ട് നേരെ പോവാ. പക്ഷെ നമ്മള് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാണ് പോണത്. അതെത്തുമായിരിക്കുമല്ലോ. ഇനിയിപ്പോ അധികം ഉണ്ടോ? ഇപ്പൊ അധികമല്ലല്ലോ. 10:30 ആയി ഇപ്പൊ സമയം. ഇനി അടുത്തത് നമുക്ക് ചിറ്റാരിക്കലാണ്. ചിറ്റാരിക്കൽ ഇനിയിപ്പോ ഇവിടുന്ന് ഒരു അരമണിക്കൂർ അല്ലേ? അരമണിക്കൂർ ഉണ്ടാവില്ലേ? വേണ്ടി വരും. അവരെ വിളിച്ചോ? ഇല്ലല്ലോ, വിളിച്ചില്ല. കുറച്ചുകൂടി അവിടെ എത്തിയിട്ട് വിളിക്കാം. ഇവിടെ പിന്നെ വലിയ വണ്ടികളോ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ? നല്ലൊരു ഏരിയയാണ്. നമ്മളിപ്പോ വരക്കാട് കൂടെ ഇങ്ങനെ പോകാണ് കേട്ടോ. ഇവിടെ ഒരു നല്ല പള്ളിയുണ്ട് പോണ വഴി. ഇവിടെ ഉണ്ട്, പുറത്തൊരു പള്ളിയുണ്ട്. ആ സൈഡിലല്ലേ? അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി, ഈ പള്ളീന്റെ പുറകിലാണ് അവിടെ സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്. എവിടെ? ഇവിടുന്ന് നമ്മൾ നല്ലൊരു ഫോട്ടോ എടുത്തു. ആ ഇവിടെ അല്ലേ? അവിടെ നമ്മള് പോയിണ്ടേന് ഒരു ഫോട്ടോ എടുത്താൽ. ഇത് നറക്കിലക്കാട് ടൗണാണ്. നറക്കിലക്കാട് ഇഷ്ടംപോലെ ഓട്ടോക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഓട്ടോയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് നേരെ ഇങ്ങനെ പോകണം. ഏതാനും മിനിറ്റുകൾ കൂടി പോകണം നമുക്ക്. നമ്മൾ മുമ്പൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. അമ്പലം, പള്ളി, ചർച്ച എല്ലാം ഒരു ദിക്ക് തന്നെ ഉള്ളത്. നല്ലൊരു പ്രതികരണം ഉണ്ടായി. ലോഡ് കൊണ്ട് പോണുണ്ടോ? ഇത്രങ്ങാനും മരാണല്ലേ? ഇനി ഓൽക്ക് അടുത്ത ലോഡ് എടുക്കാണ്ടാവും. അതാണ് ഓല എല്ലാരും പോണ ചിലപ്പോ. അവിടെ പാണത്തൂരിന്ന് വെള്ളരിക്കുണ്ട് ഇരുട്ടി പോണ ബസ്സാണ്. ചെറുപുഴ പുതിയ ബസ് ഇറക്കുകയാണ്. ലിങ്ക് ബസ്. നല്ല സുഖമല്ലേ? ഇരുട്ടിയിലൊക്കെ പോണെന്നൊക്കെ ഉണ്ടെങ്കിൽ സുഖമൊക്കെ തന്നെ. അവിടെ പോയി ഇറങ്ങിയാൽ മതിയല്ലോ. ബസ് ഉണ്ടല്ലോ അതിലൊക്കെ. നല്ല ബസ്സാണല്ലോ. ചെറുപുഴ, പയ്യാവൂര്, നിക്കൽ വഴി. അടിപൊളി വണ്ടിയാണത്. ഇറക്കെന്ന് പറഞ്ഞ 1.5 ഇറക്കാട്ടത്. വളവ്, ഇറക്കം, കയറ്റം തന്നെ ഉള്ളു നമ്മൾ ഈ ഒരു വരുന്ന വഴിക്ക്. ഈ റോഡ് ഇതിപ്പോ അടുത്ത് അധികം ആയില്ല നന്നാക്കിയിട്ട്. ഇതിപ്പോ ഈ കഴിഞ്ഞ കൊല്ലം നന്നാക്കിയല്ലേ? അധികം ആയില്ല, ഒരു കൊല്ലൊക്കെ ആവണുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ ഇപ്പോൾ ചിറ്റാരിക്കൽ പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ എത്തിപ്പെടും. ചിറ്റാരിക്കൽ ടൗണിക്ക് എത്താനായിട്ടുണ്ട്. കുറച്ചും കൂടി ഉള്ളൂ. ആടെ അവിടുന്ന് ബസ് കണ്ടോ? നിമിഷിക ഒപ്പം വായിച്ച് രണ്ടാളും. വെള്ളരിക്കുണ്ടിന് നമ്മളെ ചിറ്റാരിക്കൽ പള്ളിയാണ് കാണുന്നത് കേട്ടോ. കാണുന്നുണ്ടോ? കാണുന്നേ പിങ്ക് കളറില്.
12 സമയം കേട്ടോ. പറഞ്ഞില്ലേ 10:45 ആകുമ്പോഴത്തേനും എത്തുന്നു കറക്റ്റ്. പോട്ടെ പോട്ടെ. നല്ല കിടിലൻ വണ്ടിയാണല്ലോ. അങ്ങോട്ട് പോയാല് മാലവും കുന്നക്കാടൊക്കെ പോലെ അങ്ങോട്ട്. നമുക്ക് ഇതാണ് ഇപ്പൊ നമ്മളെ ചിറ്റാരിക്കൽ അങ്ങാടി. കിടിലൻ അടിപൊളി സ്ഥലം അല്ലേ? നല്ല സ്ഥലമാണ്. അത്യാവശ്യം വലിയ ടൗണും കാര്യമൊക്കെയാണ് കേട്ടോ. എല്ലാ സൗകര്യം ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയോ ആണ് വീഡിയോ എടുക്കാനൊക്കെ ഉള്ളത്. അവിടെ ആംഗ്രി ബേർഡ്സ് ആണ്ടേ കേട്ടോ. കാവേരി പണ്ടതിനെ കുറെ എണ്ണം മേടിച്ചാണ്ട് പറത്തിന് വിട്ട് അതങ്ങനെ പറന്നിട്ട് പോയി. എന്നിട്ടോ അങ്ങനെ ഒരു രസം. അപ്പൊ അതാണ് നമ്മളെ ചിറ്റാരിക്കൽ ടൗൺ കേട്ടോ. നമുക്ക് ഇവിടെ എവിടെയൊക്കെയാണ് വീഡിയോ എടുക്കാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മളെ വീഡിയോ എടുക്കാനുള്ള സ്ഥലം തെരഞ്ഞു പോണം. നമുക്ക് ഇവിടെ എവിടെയോ ആണ് തെരഞ്ഞു പോവാം. അവരെ വിളിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിറ്റാരിക്കൽ ടൗൺ വരെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ മെയിനായിട്ട് പറയാനുള്ളത് എന്താ, നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്യാൻ താല്പര്യം